നമസ്കാരം എല്ലാവർക്കും. ഇപ്പോൾ ഇന്നത്തെ കുക്കിംഗ് റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ട വിഭവം എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാ വീഡിയോസും വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഓരോ റെസിപ്പി നമ്മൾ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ വീഡിയോസ് എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഇപ്പോൾ കുക്കിംഗ് വ്ളോഗ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് നോക്കാം. പടപടാവുന്നതായിരിക്കണം നമ്മുടെ എല്ലാ കുക്കിംഗ് വ്ളോഗ്സും. ഓക്കെ, ടൊമാറ്റോ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കണത് ഒരു 1/2 കിലോ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ളത് എടുത്തിട്ട് അതിൽ തൈര്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണിത്. ഇതിൽ ചേർക്കാനുള്ള മസാലയാണിത്. ഇതിലേക്ക് കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ജീരകം, ജീരകം, കസ്കസ്, ചുവന്ന മുളക് ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചേക്കണ മസാലയായത്. ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള സംഭവങ്ങളാണ് സവാള, ഒരു വലിയ സവാള, ഒരു 4 പച്ചമുളക്, ഒരു ചെറുനാരങ്ങയുടെ നീര്, 2 തക്കാളിയുടെ പേസ്റ്റ്, മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും മല്ലിയിലയും. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഒരു കപ്പ് വെള്ളം വേണം. കുറച്ച് കുരുമുളക് പൊടി സ്പൈസ് ആയിട്ടിരിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് അല്ലേ. പാനിലെ എണ്ണ ചൂടായി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ ഒപ്പം തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒന്ന് മുരിഞ്ഞ് വരണം, ഒന്ന് ബ്രൗൺ നിറമാവണ വരെ, സവാള ഒരു ഇതാവണയുടെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചേർക്കുകയാണ്. പേസ്റ്റാണോ നീ ഇടിച്ചു വെച്ചതാണോ? പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയിട്ട് ഇടിച്ചു വെച്ചേക്കുന്നതാണ്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. തീരെ ഇതായിട്ടില്ല, പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമ്മൾ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞപ്പൊടിയൊക്കെ കയ്യളവാണ് സുഹൃത്തുക്കളെ. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിലേക്ക് ആ ഇഞ്ചി ടൊമാറ്റോ പേസ്റ്റ്, നമ്മുടെ മെയിൻ സംഭവമാണ് തക്കാളി പേസ്റ്റ്. ഇതാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ വെറൈറ്റി. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഇതിൻ്റെ അറോമയില്ല, അത് നമുക്ക് ഫീൽ ചെയ്യാൻ ശരി അല്ലേ. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മസാലകൾ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കറിയാം നമുക്ക് ശരീരത്തിന് കേടുള്ള ഒരു സംഭവം ഇതിനകത്തില്ല. പിന്നെ നമ്മുടെ ഇവിടെ മഞ്ഞൾപ്പൊടി, ഇവിടെ അമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്, പൊടിപ്പിച്ചെടുക്കണ മഞ്ഞൾപ്പൊടിയാണ്. അതെ, അപ്പൊ അതും നമ്മൾ വാങ്ങണതല്ല. നമ്മളെ മസാലകൾ കഴിയുന്നത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റും തീർച്ചയായിട്ടും അതിനകത്തുണ്ടാവും. ഇത് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇതിൽ മിക്സ് ആയി തുടങ്ങി, നല്ലോണം ഒന്ന് മൊരിഞ്ഞ് ഇതായി എണ്ണ തെളിഞ്ഞു തുടങ്ങി. അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചേക്കണ പൊടി ഇട്ടു, മസാലപ്പൊടി. അതായത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്, ഗ്രാമ്പൂ, കറുവപ്പട്ട, ജീരകം കൂടെ വറുത്ത് പൊടിച്ചു വെച്ചേക്കണ പൊടി ഇട്ടു. അതിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ കളർ വ്യത്യാസം വന്നു. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരണയുടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ടൊമാറ്റോ കറി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇൻഗ്രീഡിയൻ്റ്, അതായത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മീറ്റ് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. പക്ഷേ ഞങ്ങൾ ചിക്കനാണ് കൂടുതലും ഇവിടെ യൂസ് ചെയ്യാറ്. ബീഫ് നമ്മളിവിടെ കഴിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്കത് ചെറിയ മാറ്റങ്ങൾ മീറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും ഇത് നല്ല രസമുള്ളൊരു സംഭവമാണ്. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ കുറച്ച് സ്പൈസിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് കാരണം 1 നുള്ള് കുരുമുളക് പൊടി, അതാ വേണ്ടവർക്ക്, എരിവ് കുറവ് വേണ്ടവർക്ക് അത് ചേർക്കണം എന്നില്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ
മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു 5-6 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഒരു 5-6 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇതിലേക്ക് നമ്മൾ ആ ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പം അതങ്ങ് ചേർക്കുക. കുറച്ച് കറിവേപ്പില ലാസ്റ്റാണ് ഇത്. കറിവേപ്പില നമ്മൾ അടിപൊളി സംഭവമല്ല. കറിവേപ്പില ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ ചിക്കൻ കറി അടിപൊളി, കണ്ട നല്ല തിക്കി ഗ്രേവിയാണ്, നല്ല സൂപ്പർ സാധനം. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചെറിയ രീതിയിലൊരു ട്രഡീഷണൽ ഗാർണിഷൊക്കെ നമുക്ക് ചെയ്തു കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഗ്രേവി കറി നമ്മൾ ശരിയായി. ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ടായ രീതിയിൽ ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു കിടിലൻ കുക്കിംഗ് വ്ളോഗായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ സ്റ്റേ സേഫ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു പുതിയ കിടിലൻ ഹോം മെയ്ഡ് റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ സൈനിങ് ഓഫ്, സുനിൽസ് വാണ്ടർലസ്റ്റ്.